UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടം ആണല്ലോ അല്ലേ? എങ്ങനെ പോകുന്നു? പ്രചരണവുമായിട്ടൊന്നും ബന്ധമില്ല. കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, MP എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്വമായിരുന്നു ഇവിടെ നൽകിയ വാക്ക് പാലിക്കുക എന്നുള്ളത്. ഇപ്പൊ സമയബന്ധിതമായി 1 വർഷമാണ് ഈ ബസ് ടെർമിനൽ നിർമ്മിക്കാനുള്ള കാലാവധി കലക്ടർ അതുപോലെ AS കിട്ടിയത്. 1 വർഷം തികയാൻ ഇനി ഏകദേശം 15 ദിവസങ്ങൾ കൂടെ ബാക്കിയുണ്ട്. അപ്പൊ കാലാവധിക്ക് മുമ്പേ ഒരു ബസ് ടെർമിനൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത്, അതൊരു മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി നിർമ്മിച്ചത് കേരളത്തിൽ ഇത് ആദ്യമാണ്. അപ്പൊ ഇത് പൂർത്തിയാക്കി എന്നുള്ള ചാരിതാർത്ഥ്യവും സന്തോഷമാണ് എനിക്കുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇത് കഴിഞ്ഞിട്ട് ആരംഭിക്കും. ഈ വിജയസാധ്യത എത്രത്തോളമാണ്, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് ജനങ്ങളാണ് പറയുന്നത് എത്ര ശതമാനാണെന്നുള്ളത്. എതിർപക്ഷത്ത് വിജയരാഘവനെ പോലെ മുതിർന്ന ഒരു CPM നേതാവാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അപ്പോ പാലക്കാട് പോലുള്ള സ്ഥലത്ത് CPM സ്വാധീനമുള്ള സ്ഥലത്തു നിന്നാണ് താങ്കൾ മുമ്പ് ജയിച്ചു കയറിയത്. എങ്കിൽ പോലും ശക്തമായൊരു മത്സരത്തിനൊടുവിൽ വിജയം 23 വർഷത്തെ ചരിത്രമാണ് 2019 തിരുത്തിക്കുറിച്ച്. ഇതിലും ശക്തനായ സ്ഥാനാർത്ഥിയാണെന്നാണ് നിങ്ങളും ഇടതുപക്ഷമൊക്കെ പ്രചരിപ്പിച്ചത്. പക്ഷെ അതിനെയൊക്കെ ജനങ്ങൾ മറികടന്നാണ് എന്നെ ജയിപ്പിച്ചത്. അതുകൊണ്ട് ഇത്തവണ വിജയം സുനിശ്ചിതമാണ്. ആ വിജയം UDF ആവർത്തിക്കും. 5 വർഷം മുമ്പ് കണ്ട ഒരു ശ്രീകണ്ഠൻ അല്ല ഇപ്പോ. ശ്രീകണ്ഠൻ കുറച്ചും കൂടെ VK ശ്രീകണ്ഠൻ കുറച്ചും കൂടെ ശക്തനാണ്. അപ്പൊ അതിന്റേതായ ഒരു സ്വാധീനം എന്തായാലും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ജനങ്ങളുടെ സാമീപ്യം, ജനങ്ങളുടെ ആവശ്യം, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക, അത് 100% ഞാൻ ആത്മാർത്ഥ പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ പിന്തുണയ്ക്കുന്നത്. ആ പിന്തുണയിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് വിജയിക്കും എന്ന് വീണ്ടും പറഞ്ഞു. പ്രചാരണം ഏത് ഘട്ടത്തിലെത്തി? ഇപ്പോ പ്രചാരണം ആരംഭിച്ചിട്ടില്ല. നമ്മുടെ UDFന്റെ നേതാക്കന്മാരല്ലെങ്കിൽ പോലും ഇല്ല, കഴിഞ്ഞ കുറെ ആയിട്ട് ജനങ്ങളോടൊപ്പമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ തമിഴ്നാട്ടില് നാമക്കല്ല എങ്ക ഉങ്ങളോட ഒരു കൊളമുക്ക. ഓ, നമ്മ പക്കത്തിലതാ. വോട്ട് പോടണം. ഓക്കെ, സന്തോഷമല്ലേ? അവരൊക്കെ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്തി കഴിഞ്ഞു. എനിക്ക് പ്രചാരണത്തിന്റെ ഒരു പ്രത്യേക ആവശ്യമില്ല. കാരണം ഞാൻ 5 കൊല്ലമായിട്ട് ജനങ്ങളുടെ ഒപ്പമാണ്. ഇപ്പൊ പ്രത്യേക പ്രചരണം ആവശ്യമില്ല. പക്ഷേ ഇലക്ഷൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് ആരംഭിച്ചിട്ടില്ല. നാളെ 2 ദിവസം കൊണ്ട് ഇലക്ഷന്റെ ഔദ്യോഗികമായ വിജ്ഞാപനം വന്നതിന് ശേഷം എനിക്ക് കഴിയുള്ളൂ. കാരണം അതിനു മുമ്പേ ചെയ്തു തീർക്കേണ്ട, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, MP എന്നുള്ള നിലയിൽ ചെയ്തു തീർക്കേണ്ട ഇതുപോലുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അത് തീർത്തതിന് ശേഷം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രചരണം തുടങ്ങും. ഷാഫി ഇവിടുന്ന് പോയത്, ഷാഫി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പോയത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക? ഷാഫി ഇവിടുന്ന് പോയതല്ല, ഷാഫിയെ AICC നിയോഗിച്ചതാണ്. വലിയൊരു പോരാട്ടത്തിനാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ആവശ്യമായ ഒരു ശബ്ദമാണ് ഷാഫിയുടേതെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട്, മുന്നണി തീരുമാനിച്ചുകൊണ്ടാണ് ഷാഫി മത്സരിക്കാൻ പോയിരിക്കുന്നത്. പാലക്കാട് നിന്ന് ഷാഫി എവിടെയും പോയിട്ടില്ല. പാലക്കാടിന്റെ സ്വന്തം പുത്രനാണ് ഷാഫി പറമ്പിൽ. ഓക്കെ, എന്തായാലും വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു പ്രചാരണം എന്നുള്ള രീതിയിലല്ല, മറിച്ച് താൻ നടത്തിയിരിക്കുന്ന തന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. വികസന പദ്ധതികൾ ഒന്നൊന്നായി താൻ നടത്തിയിട്ടുണ്ട്. അത് ജനങ്ങളിലെത്തിക്കുക, പ്രത്യേകിച്ച് ഒരു പ്രചാരണത്തിന്റെ ആവശ്യമില്ല. എന്തായാലും വിജയം ഇവിടുത്തെ ജനങ്ങൾ തന്നിൽ തന്നെ ഏൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് VK ശ്രീകണ്ഠൻ പറയുന്നത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്.